ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ISL ഐ ലീഗ് ഞങ്ങൾ നടത്തിക്കൊള്ളാം, ക്ലബ്ബുകളുടെ ആവശ്യം ഫെഡറേഷൻ തള്ളി. ISL ഐ ലീഗ് ക്ലബ്ബുകൾ സംയുക്തമായി സമർപ്പിച്ച സ്വയംഭരണ നിർദ്ദേശമാണ് IAF ഔദ്യോഗികമായി നിരസിച്ചത്. രാജ്യത്തെ പ്രീമിയർ ലീഗുകളുടെ ഉടമസ്ഥാവകാശവും നടത്തിപ്പും ഫെഡറേഷനിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുമെന്ന് IAF വ്യക്തമാക്കി. ലീഗുകൾ സ്വന്തമായി പ്രവർത്തിക്കാനും വാണിജ്യ അവകാശങ്ങൾ കൈവശം വെക്കാനും ക്ലബ്ബുകൾ അനുമതി തേടിയിരുന്നു. ഇതിനായി IAFന് പ്രതിവർഷം നിശ്ചിത തുക 10 കോടി രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയനുസരിച്ച് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ലീഗ് ഫെഡറേഷൻ നേരിട്ട് നടത്തേണ്ടതാണെന്ന് IAF ചൂണ്ടിക്കാട്ടി. ഒരു കൂട്ടം ക്ലബ്ബുകൾക്ക് ലീഗിന്റെ നിയന്ത്രണം വിട്ടുനൽകുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിലപാടെടുത്തു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ആ ഇന്ത്യക്ക് ഒരു 12 പേരെ വേൾഡ് കപ്പിലേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. എന്തൊരവസ്ഥയാണ്! എന്താണ് നമുക്ക് മാത്രം വേൾഡ് കപ്പിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത? 1 ലക്ഷത്തി കുറച്ച് ലക്ഷം മാത്രമുള്ള രാജ്യം വരെ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള നമുക്ക് എന്തുകൊണ്ട് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതിൽ 100% ഉറപ്പിച്ച് പറയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിക്കറ്റിനെയാണ്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് മുന്നേ ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞു. എന്നാലും ഞാനൊന്ന് പറയാണ്. ISL എന്ന് പറയുന്ന ആ ലീഗിൽ ഒരു വാറ് പോലുമില്ല. ഇനിയിപ്പോൾ ISL നടത്താൻ തന്നെ ആർക്കും ഒരിതില്ല. ഇപ്പം തന്നെ ISL നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ക്ലബ്ബുകൾ വരെ പോയി. അതിലും ഇപ്പോൾ ക്ലബ്ബുകളുടെ ആവശ്യം ഫെഡറേഷൻ തള്ളുകയും ചെയ്തു. അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞതിൽ വായിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.